ഇപ്പോഴും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ, ആരും കാണാതെ ആണെങ്കിലും? കരഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നോട് എന്നുള്ള രീതിയിൽ? ചില സമയങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക, പെൺകുട്ടികളുടെ റിയാക്ഷൻ കാണുമ്പോൾ കരച്ചു വരാറുണ്ട്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പണ്ട് അത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ കളിയാക്കുമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ കൂടെ പഠിക്കുന്ന സമയത്ത് ഒറ്റ ആൺ സുഹൃത്തുക്കൾ പോലും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേരും സുഹൃത്തുക്കളെ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്ന് സംസാരിക്കാനോ നമുക്കൊന്ന് മൈൻഡ് എന്താ പറയുക ഉപദേശം സുഹൃത്തുക്കളെ തരുന്നത്. അപ്പോൾ ഈ ഫെയിമായി വരുന്ന സാഹചര്യത്തിൽ ആ ഒരു സുഹൃത്ത് ബന്ധം കുറച്ച് കുറഞ്ഞു. അത് തീർത്തും തെറ്റാന്ന് ഞാൻ പറയാനുള്ളൂ. എന്നാലും കുറേയൊക്കെ ഫ്രണ്ട്സുകൾ പോയി. പിന്നെ അതൊക്കെ ഓർക്കുമ്പോൾ ഈ ഫെയിമിലേക്ക് വരണ്ടില്ല എന്നൊന്നും തോന്നുന്നുണ്ട്. എന്താ അങ്ങനെ തോന്നിയത്? ഫ്രണ്ട്സ് പോയതുകൊണ്ട് അവർ അവോയ്ഡ് ചെയ്തു? കാണുന്ന ഫ്രണ്ട്സ് അല്ല, എന്നാലും പോലും പള്ളിയിൽ വെച്ച് കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ പണ്ട് മുതൽ വർത്താനമൊക്കെ പറയാൻ വരുമായിരുന്നു. അതൊക്കെ ഒരുപാട് കുറഞ്ഞു. ഇല്ലെന്നല്ല പറയുന്നത്. റീസൺ എന്തായിരിക്കും? നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ചിലർക്കുള്ള ഓരോ മനസ്സിലുള്ള ഇതല്ലേ ടോൺ മാറുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു അലനുണ്ട്, റിയൽ ലൈഫിൽ ഒരു അലനുണ്ട്. ശരിക്കും അലൻ എന്നൊരു വ്യക്തിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരു ആളെന്ന് പറയുകയാണെങ്കിൽ അത് ആരായിരിക്കും? അത് ഫ്രണ്ട്സായിട്ട് ആരും ഉണ്ടാകാൻ തോന്നുന്നില്ല. പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞ വെച്ച് പോലും അധികം വർക്കുകളിലൊന്നും വന്നില്ല. എന്നാലും വ്യക്തികളിൽ പുള്ളിക്കാർത്തി ആണ് നമുക്ക് സപ്പോർട്ട് തരുന്നത്. പക്ഷേ അച്ഛനും അമ്മയായിരിക്കാം കുറച്ചുകൂടെയൊക്കെ. പിന്നെ അനിയത്തി ആൻമരിയ. അനിയത്തി എന്താ ചെയ്യുന്നത്? ബിടെക് പഠിക്കാനല്ലേ? അനിയത്തി എന്താ പറയുക ഒരു ഫെയിമിനെ പറ്റി? അനിയത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ മേടിച്ചാൽ അത് സപ്പോർട്ടല്ലേ. പൈസ മേടിക്കുന്നത് മോശമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ ഇപ്പോൾ ഒരാളുടെ നിന്ന് ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കിയാലും പൈസ വാങ്ങില്ലല്ലോ ഒരാളുടെ നിന്ന്. മനസ്സിലായോ? പൈസ ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. പക്ഷേ നമ്മളുണ്ടാക്കുന്ന ഫീൽഡ് തമാശയും കോമഡിയും കാര്യങ്ങളൊക്കെയുള്ള അറിയാമല്ലോ. ആ ഒരു വാക്യം ഉപയോഗിക്കുന്നില്ല, മോശമാക്കുന്നുണ്ട്. അപ്പോൾ ശരി, റിയൽ ലൈഫിൽ ഒരിക്കലും ആ ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ റീലിൽ ചെയ്യുന്ന ഒരു കോമഡി പഠിക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല പെട്ടെന്ന്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് ആരെ ഈ സ്ക്രിപ്റ്റ്? ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി നിങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടല്ലോ, കുറച്ച് ആൾക്കാരുണ്ട്. ഗ്യാങ് ഇല്ല ചേച്ചി, അത് നമ്മൾ അഭിനയിക്കാൻ വരുമ്പോൾ വന്ന് പോകുന്നതാണ്. അല്ലാണ്ട് ഞാനാരും ഒരാളുടെയും കൂടെയല്ല, ഒരാളുടെയും കീഴിൽ നിൽക്കുന്നില്ല. പിന്നെ എൻ്റെ കൂടെ കുറച്ച് മീഡിയ പേഴ്സണായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ നമ്മൾക്ക് അവരുടെ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ടോക്കൺ ഓഫ് പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പ്രൊമോഷനും കാര്യങ്ങളും ചില വിഷസ് കാര്യങ്ങളൊക്കെ അവർ മുഖേന സെറ്റാക്കി തരാറുണ്ട്. അപ്പം അങ്ങനെ പേയ്മെൻറ്റ് വരാറുണ്ട്. ഒരു ദിവസം മിനിമം ഒരു 4K എങ്കിലും അവർ പോയി സെറ്റ് ആകാറുണ്ട്. പിന്നെ എൻ്റെ ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇതിൻ്റെ രീതിയിൽ വർക്ക് വരാറുണ്ട്. മന്ത്ലി ഒരു 42K ഓളം ഏണിങ്സ് വരാന്ന് പോകാറുണ്ട്. ഓക്കെ. നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ അതിൻ്റെ BTS വീഡിയോസ് ഒക്കെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇത് ഈ അച്ഛനായിട്ട്, പള്ളിയിൽ അച്ഛനായിട്ട്, പോലീസായിട്ട് അങ്ങനെയൊക്കെ ഓരോരോ റോൾ ചെയ്യുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റുകൾ ആരാ ചെയ്യുന്നത്? ഇതാരാ എഡിറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ? പോലീസ് ഓഫീസറിൻ്റെ സംഭവങ്ങളൊക്കെ ആശിഷ്, പിന്നെ ആദർശ്, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ഒരു ഐഡിയകൾ നമ്മൾ ചില സാധനങ്ങൾ പറയും, അവരത് കണ്ടന്റ് സ്ക്രിപ്റ്റില്ല. ഇത് നമ്മൾ സ്പോട്ടിൽ ഡയലോഗ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ചില കാര്യങ്ങളിൽ എഴുതി വെച്ചുള്ള പരിപാടികൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ ഇൻസ്റ്റഗ്രാം ആൾക്കാർ ഇങ്ങനെ റിപ്പോർട്ട് അടിക്കുന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടോ? കറൻ്റ്ലി ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ഇല്ല. ജസ്റ്റ് സ്ക്രോൾ ചെയ്യാൻ മാത്രം, നമുക്ക് ഇൻസ്റ്റഗ്രാം കാണാൻ വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് 2 ഒക്കെ ഉണ്ട്. ഞാൻ ആരെയും ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ നേരത്തെ അക്കൗണ്ടിൽ എത്ര ഇതുണ്ടായിരുന്നു, ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? 75K ഫോളോവേഴ്സ് ഉണ്ടാകുന്ന അതിനകത്ത് പ്രൊമോഷൻ വർക്കൊക്കെ വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇല്ലെന്ന് പറയുന്ന പ്രശ്നങ്ങളും അതിൻ്റെ വിഷമങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾക്ക് എപ്പോഴും ഇപ്പോൾ ആണുങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ലെന്നാണ് പറയുന്നത്. എന്നാലും വിഷമം വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും പെണ്ണുങ്ങളൊക്കെ പോലെ, പെണ്ണുങ്ങൾ കരയുന്നില്ലേ പറയണില്ല, എന്നാലും ചില പയ്യമ്മക്കാർ പറയുന്ന പെണ്ണുങ്ങളെ പോലെ കരഞ്ഞിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്.
അപ്പം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടർ. ആരാ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളേ ആണുങ്ങൾ കരയാൻ പാടില്ല ആരെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ അലന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ ആടാ ആണുങ്ങൾ കരയാൻ എൻ്റെ പാടില്ല? അമ്മൂമ്മ പറയാറുണ്ടായിരുന്നു. അമ്മൂമ്മ ആഗ്നസ് പെരേര മരിച്ചു ഇപ്പോൾ. ഓക്കെ, കരയുന്നത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ